അടിപൊളിയടാ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ ഒരു ആസിഫലിനൊക്കെ പോലുണ്ട് അല്ലേ? കുഞ്ചാക്കവും താടിച്ച മാതിരി തന്നെ ഉണ്ട് അല്ലേ? ഓടാ അവിടെ നിന്ന് കറക്റ്റ് ആസിഫിലാണ്. മുടി കണ്ടില്ലേ, അടിപൊളിയാണ്. സംഭവമൊക്കെ രസമായിട്ട് ഈ കോട്ട് മാറ്റണം, ചോപ്പാക്കണം. ചോപ്പും കോട്ടൊന്നും മാറ്റണ്ട, നീലമതി. എടോ സിദ്ദിഖ് ലാൽ സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ട് വില്ലുട്ട ഓന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധ പോകണം കേട്ടോ. ഓ, കോട്ടിന്റെ പേരൊക്കെ പടം പൊട്ടിയ ചരിത്രം ഉണ്ട് കേട്ടോ. കോട്ടിന്റെ പേരിലൊക്കെ ഏത് പടാ പൊട്ടിയത്? കണ്ട വെച്ച കോട്ട്. അത് പൊട്ടിയതാ? അതുകൊണ്ടല്ലേ പ്രൊഡ്യൂസർ കണ്ടു വെക്കേണ്ടി വന്നേ. ആദ്യമേ തന്നെ കൊനസ്റ്റ് പറയില്ലേ, ആസിഫില് കറക്റ്റ് ആണടാ, അടിപൊളി. ചോപ്പാക്കാനാ ഇല്ലേ മോനെ? ചോപ്പാക്കാനല്ലേ? ചോപ്പല പച്ചൻ വിചാരം പേടിപ്പിക്കല്ലേ? ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടാണ്. ഇവിടെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ല. പിന്നെ തമ്പിച്ചേന്റെ താല്പര്യം അത്രയും. അതെ, തമ്പിച്ചായനെ നിങ്ങൾ ഇമോഷണൽ ഡ്രാമ കാണിച്ച് പറ്റിച്ചു കാണും. റൂബി ചേച്ചി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ബ്ലഡ് ലൈനാ. ഈ വക പരിപാടിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കൂല. ഒളിച്ചോടി പേപ്പറിനെ കണ്ടുപിടിച്ചോണ്ട് കെട്ടാടുതാണല്ലേ. ഞങ്ങൾ അങ്ങനെ പല ചെറ്റത്തരങ്ങളും കാണിക്കും. അപ്പൊ നീ കല്യാണം എന്നിട്ട് നീ പോകണത് കേട്ടോ. എന്താണ് പോണല്ല ഇറക്കി ആ ജീപ്പ് വിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിലെങ്കിലും എത്തായിരുന്നു. ജീപ്പ് വിട്ടാൽ നന്നായില്ലേ? നാട്ടുകാർ മുഴുവൻ അറിയാനു. നീ മിണ്ടരുത്, നിന്നെ കൊല്ലും ഞാൻ. നിങ്ങളതിനൊക്കെ കാരണം ആ ഫ്ലെക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ആ പടകപ്പീടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ വേജാറ്. ഓരോന്നും വരച്ച് വയ്ക്കുമ്പോ ആലോചിക്കണോടാ കവിതകളെ. എനിക്കിപ്പോ വീട്ടിൽ പോണം. 10 മണിക്ക് കീഴകമുള്ളതാ. മുത്തശ്ശവത ഞാൻ ഇപ്പൊ ഇവിടെ നടത്തും. അശ്രീകരം. എന്റെ പെക്കടിച്ച് ടെൻഷൻ മാറ്റാൻ പറ്റിയില്ല. ആരെ കണിയുണ്ട് ഈ മുള്ളുകെട്ടിന്. നോയിക്കൂടാ. വിഷ്ണു, എല്ലാവർക്കും വിഷമമായല്ലേ? സത്യം പറഞ്ഞ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. പിന്നെ ജീനിങ്ങോട് വരാതിരുന്നത് തന്നെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. അതൊന്നും കുഴപ്പമില്ല സർ. നീ നിരാശപ്പെടുന്നും വേണ്ട. ഈ സിനിമയില് കഴിവ് മാത്രം പോരാ, കുറെയൊക്കെ ഭാഗ്യവും സമയവും അതിനേക്കാൾ ഉപരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്. എന്തായാലും നിനക്കതുണ്ട്. സമയവും ഭാഗ്യവും ഒക്കെ തന്നെ അങ്ങോട്ട് വന്നോളൂ കേട്ടാ. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, പിന്നെ ഒരു വയസ്സൻ ക്യാരക്ടർ ഉണ്ട് ഇതില്. മുത്തച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ച കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല സാർ, അതൊന്നും ശരിയാലോ. ഒന്നാമത് മൂപ്പർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂ. ആണോ? മൂപ്പര് അഭിനയിച്ച നേരെയാവൂല. ആരാ പറഞ്ഞ ഞാൻ അഭിനയിക്കൂലെന്ന്? ഒന്നല്ലെങ്കിൽ ഞാനൊരു കഥകളി ആസ്വാദകനല്ലേ. ആ പരിചയം എനിക്കില്ല. കഥകളി അല്ല, സിനിമ അഭിനയാണ്. ഇയാൾക്കൊന്നും പറ്റൂലേ? ഞാൻ അഭിനയിക്കും സാറേ. അപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പോയിക്കോട്ടെ. മുത്തച്ഛൻ്റെ കൂടെ വിഷ്ണുവിടെ നിൽക്ക് ഒരു സഹായത്തിന്. വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. സാറേ വേണം ഈ മുള്ളുകെട്ട്. അയ്യോ, വയനാട്ടിൽ ചില കുരങ്ങളുണ്ട്. അയ്യോ, അത് തന്നെ. വനം വകുപ്പ് കാണണ്ട. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ഇട്ട ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചമയക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത് പിന്നെ ഓന്റെ കാര്യത്തില് ഞാൻ കൂടുതൽ വർത്താനം പറയണ്ട. ആദ്യം താൻ തന്റെ പണി ചെയ്യാം. പിന്നെ വദനകാന്തിയും അങ്കലാവണ്യവും ഒട്ടും കുറയ്ക്കണ്ട. എന്നുവെച്ചാ എടോ, എന്റെ മുഖത്തിന്റെ ഗ്ലാമർ നവരസങ്ങളും കൂടി വാരി വിതറാനുള്ളതാ. നീ ഏതാ? ഞാൻ മുത്തശ്ശൻ ടച്ചപ്പ് ചെയ്യാൻ വന്നാ. നീ ആ ബാഗ് കൊണ്ട് കൊടുത്തടാ. നീ ആ ബാഗ് ആർട്ട് റൂമിൽ വെച്ചേക്ക്. ഹലോ, ചാബി. അയ്യോ, ഒന്നും മറന്നു. ചാബികൾ കൊടുക്കുമ്പോ
എന്റെ മൊത്തം ഏതാണോ പാവം വേണ്ടത്. പൈബത്തിൽ നേറുകൾ വരച്ചിട്ട ലൈൻ വഴി ബൈ ഫോഴ്സിൽ തൂത്താലും മായ്ച്ചാലും നോവേ ഗടി ബൈ മിസ്റ്റേക്ക് വിധി ചേഞ്ച് ആയി പോയാൽ കോമഡി ബൈ ദ വേ ലൈഫിൽ എവറിത്തിങ് ട്രാജഡി What feeling sad, buddy? Forget the scene, buddy. Not only tears, buddy, but also cheers, buddy. Don't worry മച്ചാനെ മച്ചാനെ let's be happy മച്ചാനെ എന്താ പരിപാടി? ഓ ജീൻ സാറെ മറന്നു. എന്താ പരിപാടി ചോദിക്കുമ്പോ എന്താ ഭാവം വേണ്ടേ? ശൃംഗാരം പണ്ടാരം ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ചോറായി തുള്ളുന്ന ചെറുമണി വേറായി പേരിട്ടിട്ടെഴുതിയ വരമൊഴി വ്യാസനോ ദാസേട്ടനോ കോരിക്കേണ്ട അരിമണി വാസനോ ശല്ലിയോ വിഴുങ്ങിയാൽ അത് പണി. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. മിസ്റ്റർ ശ്രീനിവാസൻ അല്ലേ? അതെ, ഇത് നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണോ? ഇത് രണ്ടാമത്തേതാ. ആദ്യത്തേത് ഷോലെ. മിസ്റ്റർ ശ്രീനിവാസൻ, ചില നാടകക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്റ്റേജിൽ വീണു മരിക്കണമെന്ന്. അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങ് കയറുന്നവന്റെ ആഗ്രഹം എന്തായിരിക്കും? തെങ്ങിന്ന് വീണ് മരിക്കണമെന്ന്. നല്ല രസികനാ. അര സെക്കൻഡ് കൊണ്ട് അരസികനും ആവും. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താണ്? നിങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലേ, അത് തന്നെ ഏറ്റവും വലിയ അബദ്ധം. ശരി, ഞാൻ പോട്ടെ. ആ പോയ വിദ്വാൻ തന്റെ മുത്തച്ഛനാണല്ലേ? തനിക്ക് അങ്ങനെ തന്നെ വേണം. മാളിക മേലത്തെ തേറിയ ഡൂഡിന്റെ ഡോളറിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഷോപ്പിംഗ് മാളിന്റെ ഓണറായി മാറ്റുന്നതും ചെയ്യാൻ. What feeling sad, buddy? Forget the scene, buddy. Not only tears, buddy, but also cheers, buddy. Don't worry മച്ചാനെ മച്ചാനെ let's be happy മച്ചാനെ മച്ചാനെ don't you worry മച്ചാനെ മച്ചാനെ let's be happy മച്ചാനെ മച്ചാനെ അതെ, ഈ ഒരു പടത്തിലെ ആ കുഞ്ഞു വേഷം കിട്ടില്ലെന്ന് പറഞ്ഞേ ഇങ്ങനെ താടിയും വളർത്തി ജീവിതമേ പോയെന്നും പറഞ്ഞിരിക്കുന്നത് ബോറാ, ഭയങ്കര ബോറാ. അല്ലെങ്കിൽ തന്നെ എന്ത് വേഷമാ? 2-3 ഡയലോഗ്, മാക്സിമം 2 ക്ലോസ്. നാണമില്ലല്ലോ. സച്ചി സാറിന്റെ പടത്തിലെ ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയിട്ടിരിക്കേ. അതിന് 2 ഡയലോഗുള്ള വേഷം ചെയ്താലേ പറ്റൂ, അറിയോ? അതെന്താ? വിഷ്ണു, അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഭാവന ഇച്ചിരി ടച്ചപ്പ് ഗേളായിട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാവും നടക്കൂന്ന്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിനക്ക് തന്നെ വരൂടാ.